മോളെ നീ കാണിക്കുന്നേ? നീ പ്രകാശിനോട് കിടക്കാൻ പോകുന്നില്ലേ? ഞാനിപ്പോ ഇവിടെ അമ്മ കിടക്കുന്നത്. എനിക്ക് ഫാനിന്റെ കാറ്റധികം കൊള്ളാൻ പറ്റുന്നില്ല. മോളെ, അമ്മ കണ്ടത്ര ജീവിതമൊന്നും മോള് കണ്ടിട്ടില്ല. ഒരു ഫാൻ കാരണമാണ് നീ ഇവിടെ കിടക്കുന്നതെന്ന് വിശ്വസിക്കാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. നീ വിചാരിക്കുന്നത് പോലെ സന്തോഷം താനെ പിടിച്ചു വരുന്നതല്ല. കുടുംബം അത് നമ്മൾ തന്നെ നട്ടുപിടിപ്പിക്കണം. അവിടെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ തെറ്റും കുറ്റങ്ങളെല്ലാം പുറത്ത് അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കുമ്പോഴാ സന്തോഷം ഉണ്ടാവുന്നത്. ഞാൻ അമ്മയോട് സൂചിപ്പിച്ചിരുന്നല്ലോ, എന്നോട് പിണങ്ങി സുചിത്ര ഇപ്പൊ എവിടെയാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്രയ്ക്ക് സഹി കേട്ടിട്ടാണെന്ന് കരുതിയാ മതി. മോളെ, ഭാര്യയും ഭർത്താവും തമ്മില് ഇണക്കവും പിണക്കവും ഒക്കെ വേണം. പക്ഷേ അതിന്റെ ആയുസ് ഒരു പകല് മാത്രമേ ആകാവൂ. മോള് പോയി കിടക്ക്. അമ്മ ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് പറ്റില്ല. നിർബന്ധിക്കണ്ടമ്മേ. ഞാൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടതും ചോര നീരാക്കിയൊരു വീട് വെച്ചതും വേറെ ആർക്കും വേണ്ടിയല്ല, എന്റെ ഭാര്യയ്ക്കും മോനും വേണ്ടിയാ. എന്റെ സ്നേഹം പോലും പിശിക്ക് വെച്ച് ഇവൾക്ക് മാത്രം കൊടുക്കുന്നത്. എന്തിനാ പ്രകാശ് ചേട്ടാ ഈ രാത്രിയില് ഈ നാടക ഡയലോഗൊക്കെ? അമ്മയ്ക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇനി നിർബന്ധിക്കണ്ട അമ്മേ. മോനെ, ഭർത്താവ് പോലും ഇല്ലാതെ കണ്ണി കണ്ടവന്റെയൊക്കെ വീട്ടിൽ ചെന്ന് എച്ചിൽ പാത്രം കഴുകി വളർത്തുക ഞാൻ ഇവളെ. ഒരിക്കൽ പോലും ആ ജോലിക്ക് ഞാൻ എന്റെ മോളെ അയച്ചിട്ടില്ല. അമ്മ ത്യാഗത്തിന്റെ കെട്ടഴിക്കുകയാണെന്ന് മോള് വിചാരിക്കരുത്. എന്താണ് ജീവിതമെന്ന് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. മോള് ഇവിടെ തന്നെ കിടന്നു. മോളുടെ വാശി ജയിക്കട്ടെ. ഹലോ ശൈലേന്ദ്ര, പിന്നെ ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. പാലുകാച്ചിന്റെ ഡേറ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ വ്യാഴാഴ്ചയാണ്. നീ കൃത്യമായിട്ട് എത്തണം. അല്ലടാ, നിന്റെ വീടിന്റെ പാലുകാച്ചി കഴിഞ്ഞിട്ട് എത്ര നാളായി? ഓ, 4 കൊല്ലോ. ഒയ്യോ, ഞാനന്ന് വന്നതും നിനക്ക് 2000 രൂപ പ്രസന്റേഷൻ തന്നതും കൂടാതെ കാറ്ററിംഗുകാർക്ക് കാശ് കൊടുക്കാൻ നിന്റെ കയ്യിൽ ഇല്ലാതെ ഞാനൊരു 5000 രൂപ തന്നതും ഒക്കെ ഇന്നലത്തേതുപോലെ തോന്നുക. എന്നാ പിന്നെ ശരിയടാ, വ്യാഴാഴ്ചയാണേ. ഇനിയേ ഒരുപാട് പേരെ വിളിക്കാനുണ്ട്. ആ ശരി. വൃത്തികെട്ടവൻ. ഒരു നല്ല കാര്യം പറയാൻ വിളിക്കുമ്പോ അച്ഛൻ എവിടെ പോയി, അമ്മ എവിടെ പോയി, പോലീസിൽ പരാതി കൊടുത്തോ? ഓ, എന്തൊരു കെയറിങ്. അല്ലെങ്കിൽ വേണ്ട, അയാളിപ്പോ 4-5 പെഗടിച്ചിരിക്കായിരിക്കും. ഈ സമയത്ത് പാലുകാച്ചിന് വിളിച്ചാല് അയാള് ഡേറ്റ് തെറ്റിച്ച് വന്നു കളയും. ആ, ഗീത ചേച്ചി വിളിക്കാം. ഹലോ ചേച്ചി, മോളുടെ പഠിത്തൊക്കെ എങ്ങനെ പോകുന്നു? ഓ, KTCT വേണമെന്നോ?
അതെ, അതുകൊണ്ട് തന്നെയാ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. ഗണപതി ഹോമം നേരത്തെ അങ്ങ് നടത്താൻ തീരുമാനിച്ചു. ഇപ്പോ എല്ലാത്തിനും എന്താ റേറ്റ്? തറപൂജയും ഗണപതി ഹോമവും കൂടി നടത്തണമെങ്കിൽ വേണം 40,000 രൂപ. പാവം, എല്ലാത്തിനും അവൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഒരു സഹായത്തിന് പോലും ആരുമില്ല. വീട് പണി നടക്കുന്നിടത്ത് പോണം, ജോലിക്ക് പോണം. പാലുകാച്ചൊക്കെ ആവുമ്പോ പാവം കുഞ്ഞു വീണു പോവും. എന്റെ ദൈവമേ, എല്ലാം നല്ലതുപോലെ നടത്തി കൊടുക്കണേ ഭഗവാനെ. സുചിത്രമോളെ, നീ ഇത്തിരി കടുവും മുളകൊക്കെ ഇങ്ങ് ഒഴിഞ്ഞെടുക്കണേ. ഇല്ലെങ്കിലേ കണ്ണേറുണ്ടാവും, കണ്ണേറ്. കടുകും മുളകും എടുക്കാൻ പോയതായിരിക്കും എന്റെ കുട്ടി, പാവം. അയ്യോ എന്റെ ദേവി ഈശ്വരാ.